رب العالمين على سيد القولين والسرج وجهك والله حجتنا يوم يأتي الناس بالحجج. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് യാത്രയായ സഹോദരന്റെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടണേ നാഥാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്നും ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ നാഥാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. മോളെ, ഹാഷിർ എവിടെ? ഹാഷിർ നല്ല വേണം. എടാ നീ നോക്കിക്കോ, എനിക്ക് എന്തായാലും അനിയനായിരിക്കും. എനിക്കും അതെ. ബെറ്ററുണ്ടാ? ആ ഉണ്ട്. എന്തായാലും എന്റെ അനിയനായിരിക്കും കാണാനായിട്ട് പോലും. എന്താ? എന്റെ അനിയൻ എന്നെ പോലെ ഇരിക്കല്ലോ. പോടാ. നമുക്ക് വേഗം ആശുപത്രിയിൽ എത്താം. പേടിക്കണ്ട പേടിക്കണ്ട. നോക്കിയാ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല. ഓ, കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചോണ്ട് നിൽക്കാതെ പെണ്ണിനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്ന് നോക്കാം. ഇത്തിരി വേദനെടുത്താലും സുഖപ്രസവമല്ലേ നല്ലത്? ആ, എന്നാ പിന്നെ ഉസ്താദ് പോയി പ്രസവിക്കും. വണ്ടി വേഗം വിട്. മക്കളെ വിഷമിക്കണ്ട, അവര് പൊന്നുപോലൊരു കുഞ്ഞാവെ കൊണ്ടുവരും. ഡാ, അനിയനായിരിക്കോ? പിന്നെ എനിക്ക് ഉറപ്പായിട്ടും അനിയനായിരിക്കും. എന്റെ ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലല്ലോ. എന്താടാ? ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലേ? ഉമ്മ ഉറങ്ങിയോ? എന്താടാ? ഉമ്മക്ക് വേദന എടുക്കുന്നില്ലേ? നിനക്ക് കുറച്ച് വേദന വേണോ? അയ്യോ വേണ്ട വേണ്ട. എന്നാ പിന്നെ മിണ്ടാതെ ഉറങ്ങും. ഉമ്മക്ക് വേദന വരുന്നില്ലേ? നിനക്ക് എന്താടാ ഹാഷി? നീ എനിക്ക് വേദന പറഞ്ഞത് കാണാൻ നിൽക്കുവാണോ? എന്നാ കഴി, എനിക്ക് വേറെ പണിയുണ്ട്. ഉമ്മച്ചിക്ക് വേദന വന്ന്. ഹലോ എടാ, ഹലോ, ഉമ്മച്ചിക്ക് വേദന വന്നടാ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. വാ 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 വാ. ആശിറേ, ഇനിയിപ്പോ കളിക്കാൻ കൂട്ടിട്ട് ആളും കൂടെ ആയല്ലോ. നീയാ ഇനി മെയിൻ. മോളെ കണ്ട ഉമ്മയും ബാപ്പയും പറിച്ചു വെച്ചേക്കുവാ. പിന്നെ അവനെ കണ്ട ഉപ്പൂപ്പയുടെ തനി സ്വരൂപമാ. എന്താ റബ്ബേ, ആ സ്വഭാവം കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇത് ഉമ്മച്ചി കൊടുക്കാൻ പറഞ്ഞേ. വാടാ, എന്റെ അനിയനെ കാണാം. ഞാനില്ല. അതെന്താടാ? എനിക്ക് അനിയനില്ലല്ലോ, അനിയത്തിയല്ലേ. അനിയനാണ് കളിക്കാൻ ഒരു കൂട്ടായനെ. അതിനെന്താടാ, നിനക്ക് എന്റെ അനിയന്റെ കൂടെ കളിക്കാൻ പറ്റുമല്ലോ. എന്നാലും എന്റെ അനിയനായില്ലല്ലോ. നീ വിഷമിക്കണ്ടടാ, എന്റെ അനിയനെ കൊണ്ട് നിന്റെ അനിയത്തെ നിക്കാഹ് ഒപ്പിക്കാം. അതാവുമ്പോ നിനക്ക് അനിയനാവുമല്ലോ. അത് കൊള്ളാം. എന്നാ വാ. എന്റെ അനിയത്തെ പക്ഷെ പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ. നീ അവന്റെ മുഖത്തോട്ടോ നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ? കണ്ടാ? എന്റെ ഉമ്മപ്പ എന്നെ തീരെ നോക്കാറ് പോലും ഇല്ല. ഫുൾ ടൈം അഷ്ണയുടെ പുറകെ. പക്ഷെ എന്റെ ആളെങ്ങനല്ല,
ഉമ്മാക്കെന്നെ ഭയങ്കര കാര്യമാണ്. നീല വീട്ടിലെ മെയിൻ. ഉമ്മാക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും, എപ്പോഴും എപ്പോഴും. എടാ ഹാഷി, നിനക്കു ചമഞ്ഞാടാനായി വളമായി ഞാൻ മാറിയിടാം. മീലിമുട്ട ഇലപ്പനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ. ഉമ്മ എന്തിനാ എപ്പോഴും നിന്നെ വിളിക്കുന്നേ? ഹാഷി വാവയുടെ കളിപ്പാട്ട് എടുത്തോണ്ടോന്നേ. വാവയുടെ തുണി പുറത്തുണ്ട്, എടുത്തിട്ട് വാ. എടാ ഹാഷി, ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യടാ, ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേടാ. എടാ ഹാഷി, കുഞ്ഞെണീറ്റ് നീ ചെന്ന് അവനെ നോക്ക്. കളിക്കാൻ പോകാൻ പറ്റില്ല. തണല് മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ. ഈ ഉമ്മേനെ കൊണ്ട് തോറ്റു. വാനില ചെടിയേ ചെറുക്കനെ കൊണ്ട് ശല്യം. നാശിക്കുട്ട കുളിക്കാണ്. ഉമ്മയുടെ നാച്ചു തണുക്കടാ. എടാ തോർത്തിങ് എടുത്തോണ്ട് വന്നേടാ. എനിക്കൊന്നും വയ്യ ഇനി. നീല ഇവിടുത്തെ മെയിൻ. നീ പോടി. പോയി എടുത്തോണ്ട് വാടാ. അതെ വരുവാ. കുറച്ച് എന്നാ മതി, അല്ലെങ്കിലേ തടിച്ചിട്ടാ. എടാ ഹാഷി, ഇങ്ങോട്ട് വന്നേടാ. അതെ വരുവാ. നാശിക്കുട്ട സുന്ദരനായല്ലോ. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വരണേ, കരയല്ലേ. ഇല്ല. ഇന്നാടാ പോയിട്ട് വരണേ. വാ പോവാ. ചേച്ചാ. എടാ ഹാഷിറെ, ചോറ്റുപാത്രം എവിടെയാടാ? അതോ ബാഗിലുണ്ടാവും. എടാ നിന്റെ അല്ലേ നാശിയുടെ. എനിക്കെങ്ങനെ അറിയാനാ? അവനോട് ചോദിക്ക്. എടാ അവൻ കൊച്ചല്ലേ, ഇതൊക്കെ നീ വേണ്ട നോക്കാൻ. പോയി എവിടെന്നാന്ന് വെച്ചാൽ ചോറ്റുപാത്രം എടുത്തോണ്ട് വാ. പറഞ്ഞിട്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയേ. ഇത്ര അഹങ്കാരം ഉണ്ടോ പിള്ളേർക്ക്? നിന്റെ അടുത്തല്ലടാ പറയുന്നത്. എനിക്കറിഞ്ഞൂടെന്ന്. ഇനി പാത്രം കൊണ്ടുവന്നിട്ട് നീ മീന് തീറ്റ കൊടുത്താ മതി. അവന്റെ ഒരു മീനെ തീറ്റിക്കല്. അവനത് ഇവിടെ കൊണ്ടേ കളഞ്ഞ്. അവന്റെ ക്ലാസ് ഇരിപ്പുണ്ടാവും, അതെടുത്തു കൊടുക്കാണ്ട് ഉമ്മച്ചി ഫിഷ് ഫുഡ് തരില്ലടാ. അങ്ങനെ ഇപ്പൊ പോയി എടുത്താ പോരെ? ഈ രാത്രി ഞാൻ ഒറ്റയ്ക്കാ. എടാ ഞാനും വരാ. നീ വരൂ? ഞാനല്ലാതെ പിന്നെ ആര്? വാ. എടാ പേടിയാവണ്ട, ഇത് നമ്മുടെ സ്കൂള് തന്നെ. പകലിങ്ങനെ അല്ലല്ലോ. അല്ല നമുക്ക് തിരിച്ചു പോയാലോ? എടാ നീ ഒന്ന് വന്നേ. ഇതിലേതാണ് അവന്റെ ക്ലാസ്? ഇതാ അവന്റെ ക്ലാസ്. ആഹാ, ഇതിപ്പോ എവിടെന്ന് കിട്ടി? അതല്ല എന്റെ കയ്യിലായി പോയി. ഇതങ്ങ് വെച്ചിട്ട് ഫിഷ് ഫുഡ് ഇങ്ങ് എടുത്താ. ആദ്യം നീ അതുകൊണ്ട് കഴുകി വെക്കുക, എന്നിട്ട് തരാം നിന്റെ മീന്റെ തീറ്റയൊക്കെ. മീന്റെ തീറ്റയാണോ നോക്കണേ? ആ അത് ഞാൻ മൊത്തം കൊടുത്തല്ലോ. മൊത്തം എടുത്താ? ആ അത് നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. മൊത്തം കണ്ടിട്ടെടുത്താ ചത്താവൂലേ?
ഉമ്മ ഒരു 120 രൂപ പറഞ്ഞേ. ഫിഷ് ഫുഡ് തീർന്ന്. ഇവിടെ പുട്ടോടി മാറിയിട്ട് വരാ. കുട്ടീന്റെ വാപ്പാ കൊണ്ട് വരാ. എന്തോന്ന്? എന്ത് മീൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിനക്കറിയുന്ന കാര്യത്തിൽ അഭിപ്രായം പറയാം ചേട്ടാ. ഡാ ഞാനും കുറെ മീനുണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല നിന്റെ ഈ കടുവിന്റെ അത്രയുള്ള ഗപ്പിയൊന്നും അല്ല. ഓ നീ ഇത്രയുള്ള കൊമ്പസാനം വളർത്തിയൊന്ന് പോടേ. എന്തോന്നാണ് ഇവിടെ? മരിച്ചു വാപ്പയെ പറഞ്ഞു. പിന്നെ എന്റെ മീനെ പറഞ്ഞിട്ടല്ലേ. ഒരു സൗകര്യം തരൂലല്ലേ ഈ പിള്ളേര്. അതൊക്കെ ആശ്രയാലും ഒരു ഒച്ച പോലും പുറത്ത് കേൾക്കൂലല്ലോ. എന്റെ ഷർട്ട് കടിച്ചു കയറിയവള്. എനിക്ക് ഗേൾഫ്രണ്ട് നിങ്ങളൊന്നും കാണുന്നില്ല ഉമ്മ എന്നെ കടിച്ചു കയറുന്നത്. ആശ്ര നിന്റെ ഷർട്ട് ആണോ എനിക്ക് തരാൻ? നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. അവളെന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിയോ നീ കിടന്ന് അലറിയ പോലെ അവൾ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല ആശ്രയം. തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള? അവളെ നോക്കുന്ന 150 ആണുങ്ങൾ ഒരാൾ മാത്രമാണ് നീ. ഒരാൾ. അത് നിനക്കറിയാം. 150 പേരാ. എന്റെ നിർഗുണമേ, അതൊരു അതിശോക്തി പറഞ്ഞ് അതിക്കറി പിടിക്കല്ലേ ആശ്രയം. അവള് നിന്നെ നോക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും